ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു ബീഫ് വരട്ടിയതാണ്. അത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു ബീഫ് വരട്ടിയത് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായി ഒരു 1.5 കിലോ ബീഫ് എടുത്ത് ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് വെച്ച ബീഫിലേക്ക് ഒരിടത്തരം 2 സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് മുളക്, വേപ്പിലയും കൂടെ ചേർക്കാം. ഇത് സിമ്പിൾ എന്ന് ഞാൻ വെറുതെ പറയണല്ല, ഇതൊക്കെ വഴറ്റാനോ ഒന്നുള്ള ടൈം നമ്മുടെ പോകൂല. ഇതൊക്കെ ഇതിലേക്ക് നേരിട്ട് തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടി 3 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 2 സ്പൂൺ സാദാ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1.25 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ചെറിയ 3 സ്പൂൺ ഗരം മസാലപ്പൊടിയും, കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൈവച്ച് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് നല്ല സോഫ്റ്റ് ആകുന്നവരെ തിരുമ്മി യോജിപ്പിക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഈ ബീഫിനെ നമുക്ക് ഒരു കുക്കറിലേക്ക് മാറ്റി 80% വേവിച്ചെടുക്കാം. അതിനുശേഷം ഒരു പാത്രം അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് 5 വറ്റൽമുളകും കുറച്ച് വേപ്പിലയും ചേർക്കാം. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പ്രത്യേകിച്ച് പൊടികളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വേവിച്ചപ്പോൾ തന്നെ ഇതിന് പാകത്തിനുള്ള എല്ലാനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വരട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക്